ഈ ഇരുട്ടത്ത് മീൻ കൊണ്ടിരുന്ന ഒരു ശീലായി ഇത് വെച്ചു കൊടുക്കുന്നതായിട്ടാണ്. ചട്ടിയിലും പഠിച്ചൊക്കെ ഏതായാലും ഓ ചട്ടിയെല്ലാം പഠിച്ചുവാ റെഡി ആയിട്ടുണ്ടല്ലേ. ഇതാ ചോന്ന മീന കിട്ടീനേ. എത്ര നാളായി ഞാൻ നിങ്ങളോട് പറഞ്ഞ് രാത്രി മീൻ കൊണ്ടരലാന്ന്. പോത്തിനോട് വേദോതിട്ട് വല്ല കാര്യമുണ്ടാ? കണ്ടാർന്ന് വേണേ ഇരുട്ടാമുണ്ടല്ല അവര് വാരി തരും. അതുകൊണ്ടല്ലേ ഞാൻ ഇരുട്ടാവാൻ നിൽക്കുന്നു. നിനക്ക് അതിനെ കുറിച്ച് അറിയായിട്ടാണ്. ഓ ഞാൻ വെറും വീടാണെന്ന് നീ വിചാരിക്കുന്നു. ഇതാ പുയ്യാപ്പിള നോട്ടാ സാധാ കൂട്ടി വീണു തേങ്ങ. നീ അങ്ങോട്ട് കൊണ്ടേക്കാം. ഓ നിങ്ങ വെകിടന്നല്ലപ്പ, നിങ്ങ അതിസമർത്ഥനാണ്. ഒരു ഇല മുറിച്ചുകൊണ്ടിട്ടാ പറയാന്ന്. ഓ നീ എന്നെ അത്ര വലിയ മക്കാറിനാക്കണ്ട കേട്ടാ. ഇവിടെ കത്തി പാമ്പാറ്റുണ്ടാവുക. ആ മീൻ വാങ്ങുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല വിവരാണ്. രാത്രിക്കും പകലും ഇല്ലാണ്ടും കൊണ്ടുവരുന്നുണ്ടല്ലോ. നോക്കണം അങ്ങോട്ട് ഇല മുറിക്കാൻ പോകുമ്പോ പാമ്പാറ്റൊക്കെ ഉണ്ടാവും. ആ നീ നീ കൊണ്ടുവന്ന ഇന്ന് എല്ലാം സഹായിക്കുന്നില്ലേ? പിന്നെ മുറിച്ചേരണ പണാളും ചെയ്യ. എവിടെ പോന്നീല് കുറച്ച് വെള്ളം എടുക്ക്. ഇങ്ങനെ മോന്തിക്ക് മീൻ കൊണ്ടുവന്നാല് പറയുന്നേലും കേൾക്കേണ്ടി വരുന്ന. ഓ ചെയ്യപ്പാ ചെയ്യ. ഇപ്പൊ മീൻകറി കൂട്ടണ ഇപ്പൊ പറഞ്ഞ് കേക്കാൻ നിക്കാൻ കയ്യ. മതിയാ ഇതാ വെള്ളവുമായി എലിയായി. സന്ധ്യക്ക് ഒരുപാട് കിട്ടുന്നു പറഞ്ഞിട്ട് അത്രയിലും കാണുന്നില്ലോ. വലിയ മീനൊന്നും കൊണ്ടുവരാത്ത ഭാഗ്യന്നെ. അപ്പൊ അല്ലതാ മീനെല്ലാം മുറിച്ചിട്ടുണ്ടേ. അപ്പൊ അടുത്ത പരിപാടി എന്നാ നോക്കട്ടെ. മീൻ മുറിച്ചായില്ലേ? അപ്പൊ മീനിടെ മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് എന്നാന്ന് ആദ്യം തക്കാളികളെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളകുണ്ട്, ഇഞ്ചി കഷ്ണമുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, കറിവേപ്പിലയുണ്ട്. എന്നാന്ന് ഉള്ളി ഇഞ്ചിയും പച്ചമുളകും കൊണ്ട് ചതച്ചെടുക്കണം. ആ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടിയിട്ട് നമ്മുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണേ. ഒന്ന് കറക്കി എടുത്താൽ മതി അല്ലേ? മുറിക്കണ്ടേ? ചതയാ പച്ചമുളക് പിടിച്ചിട്ടോ. ഓക്കെ ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. എങ്ങനെയാ ആക്കുന്നത്? തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാ? പിന്നെ അത് ചതക്ക്. അപ്പൊ നമ്മുടെ ചതച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇല്ലേ വീണില്ലേ? അപ്പൊ ഇതിലേക്ക് നമ്മുടെ ഒരു തക്കാളി അല്ലെ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും കൊണ്ട് ഇട്ട് കൊടുക്കണ്ടേ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടാം, മല്ലിപ്പൊടിയെ ഒരു സ്പൂണ്, പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കി കൊടുക്കുക. ഇതിലേക്ക് 2-3 ചെറിയ കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ അപ്പൊ ഇനി അടുപ്പ് കത്തിക്കുക. ഉണങ്ങിയ പറയല്ലേ? ഉണങ്ങിയ പറയായതുകൊണ്ട് പെട്ടെന്ന് കത്തിക്കോളൂ. തീ പാളുന്നുണ്ടല്ലോ. വിരുന്നുണ്ടാ? രാത്രിക്ക് വിരുന്ന്. ഇത് വെച്ചു കൊടുക്കേ. എന്നാ 2 അത് നീ പുക കൊണ്ടിട്ട് കാര്യം കേട്ടു. അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ. തിളക്കുമ്പോ ഇത് ഇളക്കി കൊടുക്കണം അല്ലേ?
തിളക്കുമ്പോൾ ഇളക്കി കൊടുക്കണം. അപ്പൊ ആകാശത്ത് നമ്മുടെ പൂർണ്ണചന്ദ്രൻ നല്ല വൃത്തി കാണുന്നുണ്ടല്ലേ. അപ്പൊ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതല്ലാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടേ. കഷ്ണം ഉണ്ടാവും അല്ലേ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മീനിന്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇന്ന് നമ്മളിങ്ങോട്ട് ചുവന്ന മീൻ എന്നാ പറയല്ലേ, ചിലക്കൽ കിളിമീൻ എന്ന് പറയും, കുയ്യാപ്പിള എന്നും പറയും നമ്മളിങ്ങോട്ട്. കുയ്യാപ്പിള കൊര എന്തെല്ലോ പേരുണ്ടല്ലേ ഇത്. പൂച്ചക്കരി നിന്നിട്ടേ. അപ്പൊ നമ്മുടെ ചെറിയ തീരൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല പുക. എണ്ണയിലൊക്കെ ഒന്ന് ഉള്ളി കാച്ചി പോരണം അല്ലേ. അപ്പൊ നമ്മുടെ ചെറിയ ഉള്ളി ചുവന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു നുള്ള്. ഓക്കെ. അപ്പൊ ഇതുകൊണ്ടൊന്ന് കാച്ചി വയ്ക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത നമ്മുടെ ചുവന്ന മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയ കറി. ചോറ് കഴിക്കാം. ഒന്ന് ചുറ്റിച്ചോ, ഇതെല്ലാം ഒന്നാവട്ടെ. ഓക്കെ, എന്താ മണമല്ലേ. അപ്പോൾ ഇന്നത്തെ അത്താഴം കഴിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി തേങ്ങാപ്പാൽ ഒഴിച്ച നമ്മുടെ ചുവന്ന മീൻ കറി. ചാറാക്കറ നോക്കട്ടെ. അതിന് കുറച്ച് ചാറ്. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂട്. ചാറൊന്ന് കുഴച്ച് നല്ല കറിയാണ്. ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും നമ്മളെ കുടംപുളിയുടെ രുചിയും എല്ലാം കൂടി ആവുന്നുണ്ടല്ലോ. സംഭവം നല്ല കിടിലൻ കറിയാണ്. നല്ല കുറുകിയ ചാറാണ്. സംഭവം സൂപ്പർ. വെറുതെ പറയുന്നല്ലേ, കറി നല്ലതായതുകൊണ്ട് പറയുന്നതല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ ഞാനിത് ആസ്വദിച്ച് കഴിക്കട്ടെ. ഓക്കെ.